Hi there, I'm Rani. Welcome to my YouTube channel Lesson Applied. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പോൾ അതിൽ തന്നെ സ്റ്റേറ്റ്മെൻ്റ് അല്ല ഡിക്ലറേറ്റീവ് ടൈപ്പ് സെൻറ്റൻസിൽ ഹാസ് ഓർ ഹാവ് വന്നാൽ അതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ തന്നെ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. അതിൻ്റെ 1-2 ലെസൺസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്നത് ഹാസ് ഓർ ഹാവ് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോസ് കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എന്താ പറയുക, ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടാണ് അത്യാവശ്യമായിട്ട് നമ്മളിതിങ്ങനെ ഈ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലെസൺസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങളിത് യൂസ്ഫുൾ ആകുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആൻസേഴ്സ് കൂടുതൽ കമൻറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ ലെസൺസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടും. സോ തീർച്ചയായും ലെസൺസ് നിങ്ങൾക്ക് നന്നായി യൂസ്ഫുൾ ആവും. അപ്പോൾ അത് നമുക്ക് നേരെ ലെസണിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് സെൻറ്റൻസുകൾ. അതായത് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നത് അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഹാസ് ഓർ ഹാവ് വന്നാൽ അതിന് നമ്മൾ ജസ്റ്റ് ഹാഡ് ആക്കി കൊടുക്കും. അതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 സെൻറ്റൻസുകളുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ടെൻസ് പറയുന്നില്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാകുന്നു, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലോട്ടാകുന്നൊന്നും നമ്മൾ പറയുന്നില്ല. സോ ഇത് നമുക്ക് നോക്കാം. ഷീ സെഡ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. കണക്റ്റിംഗ് വേർഡ് ദാറ്റാണ്. സോ ഷീ സെഡ് ദാറ്റ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം. ഷീ സെഡ് ദാറ്റ്. ഇതിൽ നമ്മൾ ഹാസ് വരുന്നത് നമ്മൾ എന്താക്കുന്നതെന്നേ പഠിച്ചിട്ടുള്ളൂ, ഹാഡ് ആക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ നമുക്ക് ധൈര്യമായിട്ട് ഹാഡെന്ന് കൊടുക്കാം. ടെൻസ് നോക്കേണ്ട കാര്യമില്ല. ഈ ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്. അപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ കാര്യമല്ല, എന്താ, ഹീ ഹാസ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് എന്നാണ്. സോ നമുക്കിവിടെ പ്രൊനൗൺ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഷീ സെഡ് ദാറ്റ്, ഹീ എന്നുള്ളത് നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുകയാണ്. ഷീ സെഡ് ദാറ്റ്. ഇനിയിപ്പോൾ അവൾ ഐ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഷീ എന്നാക്കിയേനെ. ഓക്കെ, അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഹാഡ് എന്നാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അടുത്ത സെൻറ്റൻസ്, മരിയ സെഡ് ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. സോ ഇവിടെ മരിയ അവളെക്കുറിച്ചാണ് പറഞ്ഞത്. സോ നമുക്ക് മരിയ സെഡ് എന്ത് ചേർത്ത് കൊടുക്കണം? സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ദാറ്റ് വേണം. ദാറ്റ് മരിയ അവളെക്കുറിച്ചാണ് പറഞ്ഞത്. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. സോ മരിയ ഒരു ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട്, ഗേൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഷീ എന്ന് കൊടുക്കണം. ഷീ. ഇനി നമുക്ക് ഇത് ഹാവ് ആണ്. ഹാസ് ഓർ ഹാവ് വന്ന് നമുക്ക് എന്താണ്? ഹാഡ് ആക്കിയാൽ മതി. സോ വളരെ എളുപ്പമായി. ഹാഡ് സീൻ ദാറ്റ് മൂവി. പിന്നെ നമുക്ക് പെർഫെക്റ്റ് ടെൻസിലല്ല, പ്രസൻറ്റ് ടെൻസിലാണ് ഒരു കാര്യം. അപ്പോഴതിൽ ഹാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ. അത് നമുക്ക് ജസ്റ്റ് ഹാഡ് ആക്കി കൊടുക്കാം. അപ്പോൾ ഷീ സെഡ് ഹി ഹാസ് എ ന്യൂ കാർ. സോ ഷീ സെഡ് ദാറ്റ് ഹീ ഹാസ് എന്താക്കുന്നു? ഹാഡ് എ ന്യൂ കാർ. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമായി. നമ്മൾ ടെൻസ് ഒന്നും നോക്കുന്നില്ല. സോ ഹാസ് ഓർ ഹാവ് നമ്മൾ ക്വസ്റ്റ്യനിൽ അത് നേരത്തെ ചെയ്തു. WH ക്വസ്റ്റ്യൻ ആയാലും എസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതായത് ഹാസ് ഓർ ഹാവ് കൊണ്ട് തുടങ്ങുന്നതായാലും നമ്മൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. സോ ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, അല്ല ചെയ്തിട്ടുണ്ട്,
ഇപ്പം ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വരുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ രണ്ടെണ്ണം എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഷീ സെഡ് ഐ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. നിങ്ങൾ പറഞ്ഞു നോക്കിയോ, നമ്മൾ എന്ത് ചേർത്താൽ മതി? ഹാസ് അല്ലെ ഹാവിനെ ആക്കി കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഹാസ് ഓർ ഹാവ് ആക്കിയാൽ മതി. ഷീ സെഡ് എന്ത് ചേർത്ത് കൊടുക്കുക? ദാറ്റ്. ഇനി അവൾ പറയുമ്പോൾ അത് നമ്മൾ പറയുമ്പോൾ എന്താക്കണം? ഐ എന്നാണ് അവൾ പറയുന്നത്. സോ നമ്മൾ എഴുതുമ്പോൾ ഷീ. ദെൻ ഹാവ് ആണ് ഹാഡ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് കംപ്ലീറ്റഡ് the project. Okay. He said we have visited Paris twice. He said that അപ്പോൾ അവൻ പറഞ്ഞത് വി ഹാവ് വിസിറ്റഡ് ആണ്. സോ നമുക്ക് വി എന്ന് പറയുന്ന പ്രൊനൗൺ ചേഞ്ച് കൊടുക്കണം. അതെന്താകണം? ദേ എന്ന് പറയണം. നമ്മൾ പറയുമ്പോൾ അവർ. അവൻ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അത് അവർ എന്നാക്കണം. ഓക്കെ, സോ ദേ ഹാവ് ഹാഡ് അല്ലേ, ഹാഡ് വിസിറ്റഡ്. ഇതിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന റൂള് നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് സിമ്പിൾ പ്രസൻറ്റിൽ ഹാസ് ഓർ ഹാവ് വന്നിരുന്നാലും പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് വന്നിരുന്നാലും നമ്മൾ ഹാഡ് എന്ന് മനസ്സിലാക്കിയാൽ മതി. രവി സെഡ് ദാറ്റ്. വീണ്ടും ഇതുമാതിരി വി എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ എന്താക്കി കൊടുക്കണം? ദേ. ഇനി ഹാവ് ഉണ്ട്, ഹാവ് ഹാഡ്. ഇപ്പം ഇതിലൊരു നെഗറ്റീവാണ്. വി ഹാവ് നോട്ട് ഡിസൈഡഡ് എറ്റ്. സോ നമ്മൾ നോട്ട് അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. ദേ ഹാഡ് നോട്ട്. അപ്പോഴത് നെഗറ്റീവ് ആയിക്കോളും. ഡിസൈഡഡ് യെറ്റ്. നമ്മൾ പറയില്ലേ, നമ്മളിതുവരെ തീരുമാനിച്ചിട്ടില്ല, അവർ തീരുമാനം എടുത്തിട്ടില്ല. സോ രവി സെഡ് വി ഹാവ് ഇൻഡോർ. വി ഹാവ് നോട്ട് ഡിസൈഡഡ് എറ്റ്. രവി സെഡ് ദാറ്റ് ദേ ഹാഡ് നോട്ട് ഡിസൈഡഡ് യെറ്റ്. ഓക്കെ, ഇനി ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് തരാം. നിങ്ങളത് ആൻസേഴ്സ് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ 2 സെൻറ്റൻസസ് ഉണ്ട്. മനു സെഡ് ഷീ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ഫോർ ദി എയർപോർട്ട്. ഹി സെഡ് ഐ ഹാവ് നെവർ സീൻ സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് നിങ്ങൾ ഒന്ന് ആൻസേഴ്സ് ഒന്ന് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് CBSE ICSE സ്റ്റേറ്റ് സിലബസ് ഇപ്പോൾ തന്നെ ബോർഡ് എക്സാം അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ വീഡിയോസ് ലെസൺസൊക്കെ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു നോട്ട്ബുക്ക് യൂസ് ചെയ്തിട്ട് എഴുതി നോക്കൂ. സിമിലർ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ചെയ്തും കൂടെ നോക്കൂ. ഓക്കെ, അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ബൈ.